Hi, ma'am. Sure. നമ്മുടെ അടുത്ത് വന്നിട്ട് ഹോട്ടൽ ഹോസ്റ്റൽ കാറ്ററിംഗ് ബേസ്ഡ് അക്കൗണ്ട്സിലുള്ള കിച്ചൺ എക്യുപ്മെന്റ്സ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ഡൗ ബോൾ കട്ടിംഗ് മെഷീൻ ആണ്. ചപ്പാത്തിയുടെ ഒക്കെ ബോൾ കട്ട് ചെയ്യുന്ന മെഷീനാണ്. ഇത് വന്നിട്ട് മാവൊക്കെ കുഴയ്ക്കുന്ന മെഷീൻ, ആട്ട മൈദ അങ്ങനത്തെ മാരിപ്പൊടി അങ്ങനത്തെ മാവ് കുഴച്ചെടുക്കുന്ന മെഷീനാണ്. ഇത് ചപ്പാത്തി പ്രസ് ചെയ്യുന്ന മെഷീനാണ്. ഇത് 1 മണിക്കൂർ നിങ്ങൾക്ക് 1000 പീസ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മിക്സിയുടെ തന്നെ കുറച്ചും കൂടെ ഹെവി ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന പറ്റിയ മിക്സിയാണ്. ഇതൊക്കെ വന്നിട്ട് പവർ മസാല ഗ്രൈൻഡേഴ്സ് ആണ്. അരി അങ്ങനത്തെ മസാല ഐറ്റംസ്, മുളക്, മല്ലി, ധാന്യങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റിയ ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റിയ മെഷീനാണ്. ഇത് ചില്ലി ഓണിയൻ ഒക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള മെഷീൻസ് ആണ്. ഇത് ഡൊമസ്റ്റിക് ഷുഗർ കെയിൻ ജ്യൂസർ ആണ്. ഇതൊക്കെ വന്നിട്ട് കൊമേഴ്ഷ്യൽ ആയിട്ട് അരയ്ക്കാനായിട്ടുള്ള യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് ഇതൊക്കെ. ഇത് വന്ന് ഗാർലിക് കൂളിംഗ് മെഷീൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ ഒരു 10 കിലോ വരെ ഉള്ളിയുടെ തൊലി നിങ്ങൾക്ക് കളയാം, വെളുത്തുള്ളിയുടെ തൊലി കളയാൻ പറ്റും. ഇത് വന്നിട്ട് പൊട്ടറ്റോ ചിപ്സിനായിട്ട് സ്ലൈസ് ചെയ്യുന്ന മെഷീൻസ് ആണ്. 3 ടൈപ്പ് കട്ടിങ് ചെയ്ത് കളക്കാൻ പറ്റും. ഇതൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്ന റേറ്റ് തന്നെ. ഇത് വന്നിട്ട് ഡൊമസ്റ്റിക് പൾവറൈസർ ആണ്. ഇത് നമുക്ക് വീട്ടിലത്തെ യൂസേജിന് അരി, ഗോതമ്പ്, ധാന്യങ്ങള്, മുളക്, മല്ലിയൊക്കെ വന്നിട്ട് വീട്ടിലത്തെ അളവിന് ചെറിയ തോതിൽ പൊടിച്ചെടുക്കാൻ പറ്റിയ ഒരു മെഷീനാണ്. ഇത് വന്നിട്ട് ഇലക്ട്രിക് ഡീഹൈഡ്രേറ്റർ ആണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ധാന്യങ്ങളൊക്കെ ആയാലും ഉണക്കി എടുക്കാൻ പറ്റിയ ഒരു മെഷീനാണ്. പിന്നെ പോയിട്ട് ഷുഗർ കെയിൻ ജ്യൂസർ, കരിമ്പ് ജ്യൂസ് വേറെ വെച്ചേക്കുന്നവർക്ക് ഇത് യൂസ് ആവും. ഇത് വന്നിട്ട് ഇപ്പൊ ഇവിടെ കണ്ടില്ലായിരുന്നു ഈ ഒരു അരയ്ക്കുന്ന മെഷീൻ. ഇതിന്റെ തന്നെ ടിൽറ്റിംഗ് ടൈപ്പിൽ കുറച്ചും കൂടെ ഹെവി ടൈപ്പാണ്, ഹെവി ആയിട്ടുള്ള മെഷീനാണ്. ഇതൊക്കെ വന്നിട്ട് ഹോട്ടലിലൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന മെഷീൻസ് ആണ് ഇതൊക്കെ. ഇത് വന്നിട്ട് അരി കഴുകുന്ന മെഷീൻ. അരി ഇതിനകത്ത് നമുക്ക് കഴുകാൻ പറ്റും. ഇത് വന്നിട്ട് ഓയിൽ ഡ്രയർ ആണ്. സ്വീറ്റ്സ് ആൻഡ് സേവറീസ് എന്നൊക്കെ നമ്മൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് ഇൻസ്റ്റന്റ് റൈസ് ഗ്രൈൻഡർ ആണ്. ഇതിൽ ഇഡലി ദോശ മാവിനായിട്ടുള്ള അരയ്ക്കുന്ന മെഷീനാണ്. ഇത് പാക്കറ്റ് ആക്കി ഇരിക്കുന്നവർക്ക് അരയ്ക്കാൻ പറ്റിയ മെഷീനാണ്. ഇത് വന്നിട്ട് ഹെവിയിലെ പൾവറൈസർ ആണ്. ഇത് ഫുള്ളി SS ലാണ് വരുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഈ മില്ലിലൊക്കെ അരച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെഷീനാണ്. ഇതിൽ സ്റ്റാർട്ടിങ് 2 SP തൊട്ട് 5 SP വരെ അവൈലബിൾ ആണ്. ഈ 2 SP എന്നൊക്കെ പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മുറുക്ക് പിഴിയുന്ന മെഷീനാണ്. 45 ടൈപ്പ് മുറുക്ക് ഇതിനകത്ത് പിഴിയാൻ പറ്റും. 12 ടൈപ്പ് ചില്ലി വരും. ഇതൊക്കെ കുറച്ചും കൂടെ ഈ ഹോസ്റ്റലിലൊക്കെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു തേങ്ങ തരാൻ പറ്റുന്ന മെഷീൻസ് ആണ് ഇതൊക്കെ. ഇത് വന്നിട്ട് ബനാന ചിപ്സിനായിട്ട് കട്ട് ചെയ്യുന്ന മെഷീൻസ് ആണ്. കട്ട് ചെയ്യുന്ന മെഷീൻസ് ആണ്. ഇത് വന്നിട്ട് മിക്സർ, ഓമപ്പൊടി, പക്കോട അതൊക്കെ വന്നിട്ട് പിഴിയുന്ന മെഷീനാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം. ഇത് വന്നിട്ട് വെജിറ്റബിൾ കട്ടിംഗ് മെഷീനാണ്. ഇത് 1 മണിക്കൂർ നിങ്ങൾക്ക് 150 കിലോ വരെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 1 SP മോട്ടറാണ് വരുന്നത്. സിംഗിൾ ഫേസ് ആണ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഇതിനോടെ തന്നെ 8 ബ്ലേഡ് കൂടെ വരും. ഇത് നിങ്ങൾക്ക് സ്ലൈസിങ്, ചോപ്പിംഗ്, ഗ്രേറ്റിംഗ് 3 ടൈപ്പ് കട്ടിങ്ങും ഡിഫറെന്റ് സൈസിൽ 8 ബ്ലേഡ് അവൈലബിൾ ആണ്.